നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വാർത്തകൾ കൊണ്ട് വളരെ സമ്പന്നമാവുന്ന ഒരു ദിവസത്തിന്റെ തുടക്കമാണ്. രാവിലെയുടെ ഒരു പുതിയ ലക്കം തുടങ്ങുമ്പോൾ ആദ്യം പങ്കുവയ്ക്കാനുള്ള വാർത്ത വഖഫ് ബിൽ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ രാജ്യസഭയുടെ കടമ്പയും കടന്നിരിക്കുകയാണ്. 13.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് രാജ്യസഭ ബിൽ പാസാക്കിയത്. ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ഈ ബിൽ നിയമമായി വരികയും ചെയ്യും. ആശാസമരത്തിൽ വളരെ നിർണായകമായ ഒരു ചർച്ച ഇന്നലെ നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ അങ്ങനെ കാര്യമായ തീരുമാനങ്ങളൊന്നുമില്ല. ഇന്ന് ചർച്ച വീണ്ടും തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ട്രംപ് കൊണ്ടുവന്ന പകരച്ചുങ്കം അതിൻ്റെ പ്രതിഫലനങ്ങൾ പലയിടത്തും കാണുന്നു. അമേരിക്കൻ വിപണിയിലൊക്കെ വലിയ ഇടിവാണ് പ്രകടമാവുന്നത്. പക്ഷേ അതൊക്കെ താൽക്കാലികം മാത്രമായിരിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. അങ്ങനെ വാർത്തകൾ കൊണ്ട് വളരെ സമ്പന്നമായൊരു ദിവസമാണ്. പക്ഷേ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള പ്രാദേശിക വിശേഷങ്ങളിലേക്ക്. നാട്ടിൽ എന്തുണ്ട്? ആദ്യം നമുക്ക് വളരെ പോസിറ്റീവായൊരു വാർത്തയിൽ നിന്ന് തുടങ്ങാം. ഒറ്റപ്പെട്ട് പ്രായമാവുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ദുഃഖം അതായിരിക്കുമല്ലോ, ഒറ്റപ്പെടലിൻ്റെ ദുഃഖം. ചിലപ്പോൾ നോക്കാൻ ആളുണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് നോക്കാൻ കഴിയില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടാവും വയസ്സുകാലത്ത് ഒറ്റപ്പെടുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന വയോധികർക്ക് വെളിച്ചമാവുന്ന ദമ്പതികളെയാണ് നമ്മൾ ആദ്യം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇടുക്കി രാജകുമാരി കുരുവിള സിറ്റി സ്വദേശിനിയായ ബിജി ബെന്നി 40 വയോധികരെയാണ് സംരക്ഷിക്കുന്നത്. ഒറ്റപ്പെട്ടു പോകുന്നവർക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ബിജിയും ഭർത്താവ് ബെന്നി ഉലഹനാനും. പാൽക്കടലാകെ പൊൻവെള്ള വീശണ പഞ്ചമിത്തോണി 1999 സെപ്റ്റംബറിലാണ് ബിജി ബെന്നിയുടെ ജീവിതം മാറിമറിഞ്ഞത്. രാജകുമാരിക്കടുത്തുള്ള കടുക്ക സിറ്റിയിലെ ഒരു കടയുടെ മുന്നിൽ അവശനിലയിൽ കിടക്കുകയായിരുന്ന വയോധികനെ ബിജിയുടെ ഭർത്താവ് ഫാദർ ബെന്നി ഉലഹന്നാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. വയോധികനായ ചോതി കുട്ടപ്പനെ സ്വന്തം പിതാവിനെ പോലെ ബിജി സ്വീകരിച്ചു, പരിചരിച്ചു. തുടർന്ന് നിരവധി പേരെ ചേർത്ത് പിടിക്കാൻ ആ സംഭവം ഇടയാക്കി. നമുക്ക് സാമ്പത്തികമില്ല, നമുക്ക് ബിൽഡിംഗ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ആദ്യം ഒന്ന് പതറി. എങ്കിലും പിന്നെ അച്ഛൻ ധൈര്യം തന്നു. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും ഉന്നതിയിലേക്ക് എത്തിയത്. തുടർന്ന് ഫാദർ ബെന്നി ഉലഹന്നാന്റെയും ബിജിയുടെയും നേതൃത്വത്തിൽ വീട്ടിലൊരു ആതുരാശ്രമം തുടങ്ങി. CMI ആംഗ്ലിക്കൻ സഭാംഗമായ ബെന്നി ആത്മീയ പ്രവർത്തനങ്ങളുടെ തിരക്കിലായതിനാൽ ആതുരാശ്രമത്തിന്റെ ചുമതല ബിജിക്കാണ്. തുടക്കകാലത്ത് വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് അന്തേവാസികളെ താമസിപ്പിച്ചിരുന്നത്. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ഇതുവരെ 400ഓളം വയോധികർ വിവിധ കാലഘട്ടത്തിൽ അന്തേവാസികളായി ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ 18 സ്ത്രീകളും 22 പുരുഷന്മാരുമുണ്ട്. എല്ലാവരും രോഗികളായി കഴിയുമ്പോഴാണ് എല്ലാവരും നമുക്ക് ഇവരെയൊക്കെ സ്ഥാപനങ്ങളിൽ കൊണ്ട് ആക്കുന്നത്. പിന്നെ നമുക്കിവിടെ BHC ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മരുന്നൊക്കെ 1 മാസത്തേക്കുള്ള മരുന്നും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഷുഗർ, പ്രഷർ എന്നീ രോഗങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ 1 മാസത്തേക്ക് നമുക്ക് തന്നുവിടും. പിന്നെ അല്ലാത്ത നമുക്കിവിടെ കിട്ടാത്ത നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങും. പിന്നെ ആയുർവേദം കഴിക്കുന്നവർ ആയുർവേദ ആശുപത്രിയിൽ അവർ മക്കൾ വന്ന് കൊണ്ടുപോകുന്നവരുണ്ട്. ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ട് ചികിത്സിച്ചിട്ട് കൊണ്ടുപോയി വിടുന്നവരുണ്ട്. അന്തേവാസികളുടെ പരിചരണം, ഭക്ഷണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ബിജിയുടെ മേൽനോട്ടത്തിലാണ്. ഇവരുടെ ആശുപത്രി ആവശ്യങ്ങൾക്കായി ആംബുലൻസ് വരെ ഓടിക്കാൻ ഇവർ പഠിച്ചു. കുടുംബത്തിനൊപ്പം നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് സേവനം തുടരാൻ കരുത്തേകുന്നതെന്ന് ബിജി പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇടുക്കി വാഗമണ്ണിലേക്ക് സഞ്ചാരികളുടെ തിരക്കാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, അവധിക്കാലമാകുമ്പോൾ നമുക്ക് വാഗമണ്ണും കുട്ടിക്കാനവും തേക്കടിയും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അവിടേക്ക് സഞ്ചാരികളുടെ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. പ്രകൃതിയുടെ തണുപ്പും ഒപ്പം സാഹസിക വിനോദസഞ്ചാര സാധ്യതകളും ആസ്വദിക്കാനാണ് സഞ്ചാരികൾ കൂടുതലായും വാഗമണ്ണിലേക്ക് എത്തുന്നത്. കൊടും ചൂടിൽ നിന്നും ആശ്വാസം തേടി വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രഭാതങ്ങളും കുളിരണിഞ്ഞ പകലുകളുമാണ്. മഞ്ഞു പുതച്ച മലനിരകളിലൂടെ ഒരു യാത്ര, അഡ്വഞ്ചർ പാർക്കിൽ സാഹസിക യാത്ര, കണ്ണാടിപ്പാലം, ഒപ്പം ആകാശത്തുകൂടി പറന്ന് കാഴ്ചകൾ കാണാൻ പാരാഗ്ലൈഡിംഗ്. ഇതെല്ലാം ആസ്വദിച്ച് വാഗമണ്ണിന്റെ കുളിരിൽ അലിയാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. விக்னேஷ், நான் வந்து அப்ராட்ல இருக்கேன். நான் இது ஃபர்ஸ்ட் டைம் இங்கே வானவகம். நல்லா இருக்கு எக்ஸ்பீரியன்ஸ்.
climate is very pleasant. ரெய்னியாக இருக்குன்னு நினச்சோம், பட் நல்லாயிருக்கு, எக்ஸ்பீரியன்ஸ்டாக இருக்குது. இன்னும் நிறைய எக்ஸ்ப்ளோர் பண்ணல, பட் பேராஷூட் ட்ரை பண்ணோம் இன்றைக்கி. காம்படிஷன் இருக்கிறதுனால கொஞ்சம் மிஸ் ஆகிடுச்சு. மற்றபடி எல்லாம் ரீசனபிள், ரேட்டெல்லாம் கொஞ்சம் ரீசனபிள் தான் இருக்குது. கிளைமேட்டு கொஞ்சம் ஓரளவுக்கு நல்லாயிருக்கு. சீசன் டைம்னா பார்க்கலாம், பட் நாங்கள் எதிர்பார்த்து வந்தோம் பேராஷூட்டு, அதுதான் இன்றைக்கி இல்லா போச்சு. ஏன்னா ஏதோ காம்படிஷன் நடக்குதா பேராஷூட்டில். ഇപ്പോൾ ഇന്നും മീതി എല്ലാத்தையும் നാം ചുറ്റി പാത്തിട്ട് വന്നിരും. സീസൺ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ വാഗമണ്ണിൽ സഞ്ചാരികളുടെ തിരക്കാണ്. അവധിക്കാലമാകുന്നതോടെ സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തും. മഞ്ഞുമൂടിയ വാഗമണ്ണിന്റെ കുളിരും കാഴ്ചകളും ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. വേനലവധി ആരംഭിച്ചതോടെ പത്തനംതിട്ട കോന്നിയിലെ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്കും ഇതേപോലെ സഞ്ചാരികളുടെ തിരക്കുണ്ട്. കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള കുട്ടവഞ്ചി സവാരിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തിരക്ക് വർദ്ധിച്ചതോടെ വനംവകുപ്പിന്റെ വരുമാനവും കൂടിയിട്ടുണ്ട്. ശാന്തമായി ഒഴുകുന്ന കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെ കാടിന്റെ ഭംഗി ആസ്വദിച്ചുള്ള കുട്ടവഞ്ചി യാത്ര ആരെയും ആകർഷിക്കുന്നതാണ്. സ്വദേശികളും വിദേശികളുമായ നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെത്തുന്നത്. വേനലവധി ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. ഒരു പ്രാവശ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അതിന് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഈ വനത്തിൻ്റെ ഇടയിൽ ഈ നദിക്ക് ബോട്ടിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല അനുഭവം തന്നെയാണ്. ആൾക്കാർക്ക് ഒരു പ്രാവശ്യം ഒന്ന് എൻജോയ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ശാന്തമായ അന്തരീക്ഷം അല്ലേ? ശാന്തമായ, വളരെ കാം ആൻഡ് ക്വയറ്റ്, പീസ്ഫുൾ അന്തരീക്ഷം. എല്ലാം മറന്ന് സുഖമായിട്ട് ഇവിടെ വന്ന് ടൈം പാസ് ചെയ്യാം. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന കുട്ടവഞ്ചി സവാരിക്ക് 600 രൂപയാണ് വനംവകുപ്പ് ഈടാക്കുന്നത്. കാടിൻ്റെ മനോഹര ദൃശ്യങ്ങളും ശാന്തമായ അന്തരീക്ഷവുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങളെയും കുട്ടവഞ്ചി യാത്രയിൽ കാണാം. ഞങ്ങൾ ഒറിജിനലി UK നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ഞങ്ങൾ ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പോയതായിരുന്നു. ഇനി ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഒന്നുകൂടി വരാൻ ആഗ്രഹമുണ്ട്. വരണം ഒന്നുകൂടി. പലരും കുട്ടികളോടൊപ്പമാണ് കുട്ടവഞ്ചി സവാരിക്കായി എത്തുന്നത്. വേനൽക്കാലം ആയതിനാൽ ഹ്രസ്വദൂര കുട്ടവഞ്ചി സവാരി മാത്രമാണ് ഇപ്പോഴുള്ളത്. വർഷകാലത്ത് ദീർഘദൂര സവാരിയുമുണ്ട്. സുരക്ഷിത യാത്രയാണ് വനംവകുപ്പ് കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ന്യൂസ് 18 പത്തനംതിട്ട. അപ്പോൾ ഇതൊക്കെ ഈ വേനൽക്കാലത്ത്, ഈ അവധിക്കാലത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇടുക്കിയിലെ വാഗമണ്ണും കുട്ടിക്കാനവും ഒക്കെ ആയാലും, ഇവിടെ അടവി കേന്ദ്രത്തിലെ ഈ കുട്ടവഞ്ചി സവാരി ആയാലും ഒക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കാണിച്ചു തരികയാണ്. ഇനി അടുത്തത് വേനൽ മഴ ലഭിക്കാൻ കോഴിക്കോട് മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഒരു വഴിപാടിനെ കുറിച്ചുള്ള വാർത്തയാണ്. അവിടെ ഒരു പ്രത്യേക വഴിപാടാണ് ഇതിനായി നടത്തുന്നത്, കഞ്ഞിപ്പാർച്ച. ഇതിന് തുടക്കമായി മാർച്ച് 31 ആരംഭിച്ച കഞ്ഞിപ്പാർച്ച ഏപ്രിൽ 13 ചെറിയ വിഷുവിന് സമാപിക്കും. അതെന്താ ഈ ചെറിയ വിഷു എന്നൊന്നും ചോദിക്കരുത്. അവിടെ വടക്കൻ കേരളത്തിൽ അത് ചെറിയ വിഷുവായിട്ടും ആഘോഷിക്കും. 1000-ഓളം ആളുകളാണ് ഓരോ ദിവസവും ഇവിടേക്ക് കഞ്ഞി കുടിക്കാനായി എത്തുന്നത്. കാർഷിക വൃത്തിയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ പഴയകാല കർഷകർ കടുത്ത വേനലിൽ മഴ ലഭിക്കാനായി മുക്കം തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിൽ വഴിപാടായി നടത്തിവരുന്ന കഞ്ഞിപ്പാർച്ചയ്ക്കാണ് തുടക്കമായത്. പഴയകാലം മുതൽ ആരംഭിച്ച കഞ്ഞിപ്പാർച്ച ഇപ്പോഴും മുടങ്ങാതെ ക്ഷേത്ര കമ്മിറ്റി നടത്തിവരുന്നു. ഇത് 14 ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ദിവസം 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. മുക്കത്തുള്ള ബിസിനസ്സുകാരും അതുപോലെ തന്നെ സമീപ പ്രദേശത്തെ വീടുകളിലുള്ള ആളുകളൊക്കെ തന്നെ ഈ പ്രസാദത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു പോകുന്നു. ഇപ്പോൾ സ്പോൺസർഷിപ്പിലൂടെയാണ് കഞ്ഞിപ്പാർച്ചയ്ക്കുള്ള പണം കണ്ടെത്തുന്നത്. വിവാഹിതരായി ഏറെക്കാലം കുട്ടികളില്ലാത്തവരുൾപ്പെടെ സന്താന ലബ്ധിക്കായി ഈ വഴിപാട് നടത്തിവരുന്നവരുമുണ്ട്. നിരവധി ഭക്തജനങ്ങൾ, മുക്കം അങ്ങാടിയിലെ വ്യാപാരികൾ, ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ ജാതിമത ഭേദമന്യേ 1000-ലേറെ ആളുകൾ ഓരോ ദിവസവും കഞ്ഞി കുടിക്കാനായി ക്ഷേത്രത്തിലെത്തുന്നുണ്ട്. കഞ്ഞിയും പുഴുക്കും ക്ഷേത്രത്തിലെ പ്രസാദമായ പായസവും മലരും ശർക്കരയുമാണ് കഞ്ഞിപ്പാർച്ചയിൽ നൽകി വരുന്ന വിഭവങ്ങൾ. കഞ്ഞി കുടിക്കാനായി എത്തുന്നവർക്ക് കഞ്ഞി വീടുകളിലേക്ക് കൊണ്ടുപോകുവാനും നൽകുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് പിലിക്കോട് രായരമംഗലം ക്ഷേത്രത്തിലെ
ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ പൊറാട്ട് വേഷങ്ങൾ അരങ്ങിലെത്തി. കാർത്തിക വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊറാട്ട് വേഷങ്ങൾ എത്തിയത്. ആചാരത്തിന്റെ ഭാഗമായി ആക്ഷേപഹാസ്യം അവതരിപ്പിക്കുന്ന പത്മശാലിയ പൊറാട്ട് കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയത്. പിലിക്കോട് തെരു സോമേശ്വരി ക്ഷേത്ര പരിസരത്ത് നിന്നാണ് പൊറാട്ട് വേഷങ്ങൾ പുറപ്പെടുന്നത്. ഇവരെ അണിയിച്ചൊരുക്കാൻ നാട്ടിൽ തന്നെ വിദഗ്ധ മേക്കപ്പ് കലാകാരന്മാരുമുണ്ട്. ചെണ്ടയിൽ വലം താളമടിച്ച് കൈവിളക്കുമേന്തി ബാല്യക്കാർ അരയാൽ തറയിലെത്തി കൊട്ടിയറിയിപ്പ് നടത്തുന്നതോടെ തെരുവിൽ പൊറാട്ട് വേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അതുപോലെ തന്നെ ആ തത്തക്കണ വീട്ടിലെ സുമേഷാട്ടൻ ബാക്കിലെ കേട്ടിന്റെ ഗതികേട് വന്നു. കരക്കവർ നേരെ നടിയിൽ തന്നെ കയറ്റി. അട്ടക്കണം പോതി, ചോകോന്മാർ, വാഴപ്പോതികൾ തുടങ്ങിയ ആചാര പൊറാട്ട് വേഷങ്ങളാണ് ആദ്യമെത്തുക. ആനുകാലിക വിഷയങ്ങളുമായി പുതുതലമുറയിൽപ്പെട്ടവരുടെ വേഷങ്ങൾ പിന്നാലെ എത്തി. സമകാലിക പ്രശ്നങ്ങൾ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയും പൊറാട്ട് വേഷക്കാർ കാഴ്ചക്കാരുടെ മുഖത്ത് നോക്കി പറയും. രേരമംഗലം ക്ഷേത്രനടയിൽ എത്തും വരെ കാണികളോട് സംവദിച്ച് പൊറാട്ട് വേഷക്കാർ തിരികെ മടങ്ങും. പൂരക്കാലത്തെ സവിശേഷമായ ആചാരം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് 18 പിലിക്കോട്. കോതമംഗലം ഒരു വലിയ ഉത്സവ പ്രതീതിയിലേക്ക് പോവുകയാണ്. അവിടെ സംസ്ഥാന കേരളോത്സവം നടക്കുന്നു. അതിന് മുന്നോടിയായി തീം സോങ് പ്രകാശനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിനാണ് തീം സോങ്ങിന്റെ പ്രകാശനം നിർവഹിച്ചത്. ഏപ്രിൽ 8 മുതൽ 11 വരെയാണ് കേരളോത്സവം നടക്കുന്നത്. തീം സോങ്ങിന്റെ രചന BK ഹരിനാരായണനും സംഗീതം ബിജിബാലുമാണ് നിർവഹിച്ചത്. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷനായി. മുഖ്യമന്ത്രി അതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. എല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി മനസാക്ഷിപൂർവമായി നിൽക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കാണുന്നത്. പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വെക്കേഷൻ ആസ്വദിച്ചു തുടങ്ങി. പക്ഷേ ഒരു സൈഡിൽ ആ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചിരിക്കുന്നു. SSLC ഹയർ സെക്കൻഡറി ഉത്തരപേപ്പർ മൂല്യനിർണ്ണയത്തിന് ഇന്നലെയാണ് തുടക്കമായത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. ഈ മാസം 26 വരെയാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് നടക്കുക. ഇങ്ങനെ ഓരോ ജില്ലയിലും 1-2 ക്യാമ്പുകൾ വെച്ച് ക്രമീകരിച്ച് മൂല്യനിർണ്ണയ പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. മാർച്ച് മാസത്തിൽ നടന്ന SSLC ഹയർ സെക്കൻഡറി പരീക്ഷ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് വിവിധ സെന്ററുകളിലായി തുടക്കം കുറിച്ചിരിക്കുന്നത്. 14 ദിവസത്തെ മൂല്യനിർണ്ണയത്തിന് 190 അധ്യാപകരും 13 ചീഫ് ഓഫീസർമാരും ഉണ്ടാകും. വാടാനാംകുറിശിയിൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയും നടുവട്ടത്ത് ബയോളജി, മലയാളം സെക്കൻഡ് എന്നീ പേപ്പറുകളുടെയും മൂല്യനിർണ്ണയമാണ് നടക്കുന്നത്. ഇംഗ്ലീഷ് വിഭാഗം 43,355 പേപ്പറുകളും ഹിന്ദി വിഭാഗത്തിൽ 30,801 പേപ്പറുകളും വാടാനാംകുറിശിയിൽ മാത്രം മൂല്യനിർണ്ണയം നടത്തും. ഇംഗ്ലീഷിൻ്റെ 43,355 പേപ്പറുകളാണ് ക്യാമ്പിൽ ലഭ്യമായിട്ടുള്ളത്. ഹിന്ദി 30,801 പേപ്പറുകൾ എത്തിയിട്ടുണ്ട്. സോർട്ടിങ്ങുകളെല്ലാം പൂർത്തിയായി. അതാത് റൂമുകളിലേക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. വാല്യുവേഷൻ പ്രക്രിയ സുഗമമായി നടത്തും. നടുവട്ടത്ത് 12 ചീഫ് ഓഫീസർമാരുടെയും 200ഓളം അധ്യാപകരുടെയും നേതൃത്വത്തിൽ 59,640 പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തും. ക്യാമ്പുകളിൽ DEO ഇൻചാർജ് ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹയർ സെക്കൻഡറി വിഭാഗം എല്ലാ പരീക്ഷാ ഉത്തരപേപ്പറുകളുടെയും മൂല്യനിർണ്ണയം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതി ആ മേഖലയിലെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാവുമെന്ന് കരുതുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഇതുവരെയും ആ പദ്ധതിക്ക് ഒരു ചിറക് മുളയ്ക്കുന്നില്ല. ഒരു പതിറ്റാണ്ടിലേറെയായി പദ്ധതി അനിശ്ചിതത്വത്തിലായിട്ട്. വടക്കൻ കേരളത്തിൽ ടൂറിസം വികസനം ലക്ഷ്യമിടുന്നതായിരുന്നു പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതി. 2011 ചെറുവിമാനത്താവളം തുടങ്ങുന്നതിന് പെരിയ കനീംകുണ്ടിൽ സർക്കാർ അംഗീകാരം നൽകി. BRDCക്കായിരുന്നു ചുമതല. 2012 സിയാൽ സാധ്യതാ പഠന റിപ്പോർട്ടും നൽകി. ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ 10 ലക്ഷം രൂപ നീക്കിവെച്ചു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ചെറുവിമാനത്താവളം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ അതും ലക്ഷ്യം കണ്ടില്ല. മുഖ്യമന്ത്രി ഇതിനെ ഒരു കംപ്ലീറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി KGN നായർ ക്യാപ്റ്റൻ തുമ്പി ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഏൽപ്പിച്ചു. കളക്ടറും മറ്റ് ജില്ലാ അഡ്മിനിസ്ട്രേഷനും എല്ലാം ഇടപെട്ട് സർവേ നടത്തി. ആ സർവേയിൽ
ഞാൻ മെൻഷൻ ചെയ്ത പോലെ ആ സ്ഥലത്തിന് ഒരു പ്രത്യേകത, ടെക്നിക്കലി ഹൈലി ഫീസിബിൾ ആകാൻ പറയാനുള്ള കാരണം ഹൈവേക്ക് അടുത്താണ്, മലയോര മേഖലയ്ക്ക് അടുത്താണ്, കാസർഗോഡ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിന് അടുത്താണ്, കാസർഗോഡ് ജില്ലയുടെ മിഡിലാണിത്. ആർക്കും എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം. വിമാനത്താവളത്തിന് 80.41 ഏക്കർ സ്ഥലമാണ് കനിയൻകുണ്ടിൽ കണ്ടെത്തിയത്. 51.65 ഏക്കർ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയും 28.76 ഏക്കർ സർക്കാർ ഭൂമിയുമായിരുന്നു. ചെറു വിമാനത്താവളം വന്നാൽ ബേക്കൽ, റാണിപുരം, കേന്ദ്ര സർവകലാശാല, വിവിധ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്ര എന്നിവ എളുപ്പത്തിലാവും. 2019 ഏറ്റവും ഒടുവിൽ സാധ്യതാ പഠനം നടത്തിയത്. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭീമമായ ഒരു സംഖ്യ വെക്കാൻ പറ്റുന്നില്ല എന്നാണ് ഒരു കാര്യം. രണ്ടാമത്തത്, കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തീർച്ചയായും ഇതിന് ആവശ്യമാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താനും അത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനം എടുക്കേണ്ടതാണ്. അതിന് എത്ര കണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഒന്നുകൂടി കേരള ഗവൺമെന്റ് അഭ്യർത്ഥിക്കാനുള്ളത്, ഏറ്റവും വലിയ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ കാസർഗോഡ് പാക്കേജിനോടൊപ്പം തന്നെ ഇതും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകണമെന്നാണ് കേരള സർക്കാരോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ വിമാനത്താവളം ഒരുക്കാനായിരുന്നു സർക്കാർ നീക്കം. സ്ഥലം വിട്ടു നൽകാൻ ഭൂവുടമകൾ സന്നദ്ധരായതും റൺവേക്കായി കുന്നുകൾ ഇടിക്കേണ്ടി വരാത്തതും സമീപ ജില്ലകളിലെ വിമാനത്താവളങ്ങളും പദ്ധതിക്ക് അനുകൂല ഘടകമാണ്. ഓരോ സംസ്ഥാന ബജറ്റിലും പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതിക്കായി തുക നീക്കിവെക്കാറുണ്ട്. എന്നാൽ തുടർ പ്രവർത്തികൾ നടത്താറില്ല. ന്യൂസ് 18 കാസർഗോഡ്. നിർമ്മാണം പൂർത്തിയാക്കി 1 വർഷമാകും മുൻപേ തന്നെ റോഡ് തകർന്നതായി പരാതി. തിരുവനന്തപുരം ചെങ്കൽ റോഡിനാണ് ഈ ദുരവസ്ഥ. അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുന്നതാണ് റോഡ് ഇത്ര പെട്ടെന്ന് തകരാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചെങ്കലിലെ ഗ്രാമീണ റോഡിന്റെ അവസ്ഥയാണിത്. നാട്ടുകാരുടെ നീണ്ട നാളത്തെ പ്രതിഷേധത്തിനൊടുവിൽ 1 വർഷം മുമ്പായിരുന്നു നവീകരണം. എന്നാൽ മാസങ്ങൾക്കകം റോഡ് തകർന്നു. ഇപ്പോൾ മെറ്റലിളകി കുണ്ടും കുഴിയും രൂപപ്പെട്ടു. ഇപ്പോൾ റോഡ് ചെയ്തിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ, പക്ഷേ റോഡ് തകർന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ഈ റോഡ് തകർന്നത് കാരണമുള്ള യാത്രാക്ലേശം ഒരു സൈഡിൽ, മറു സൈഡിൽ ഇവിടെ തൊട്ടടുത്തൊരു പാറപ്പൊടി വിൽപ്പന കേന്ദ്രമുണ്ട്, KKM ഏജൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ ഈ എം സാൻഡിലും പി സാൻഡിലും പാറപ്പൊടി മിക്സ് ചെയ്ത് വലിയ ടണ്ണിൽ, അതായത് ഏകദേശം 35-40 ടണ്ണിൽ ഇതുവഴി പോകുന്ന വാഹനങ്ങളാണ് ഈ റോഡ് തകരാനുള്ള കാരണം. തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ അമിതഭാരം കയറ്റി വരുന്ന ലോറികൾ നിരന്തരം സഞ്ചരിക്കുന്നതാണ് റോഡ് തകരാൻ കാരണമെന്നാണ് ആരോപണം. ഇതുവഴി 16 ടണ്ണാണ് ആദ്യം പോയിരുന്നത്. ഇപ്പോൾ ടൈലർ ലോറി വരെ പോകുന്നുണ്ട്. ഞങ്ങൾ പഞ്ചായത്തിലും പോലീസിലും ഒക്കെ പരാതി കൊടുത്തു. യാതൊരു നടപടി ഇതുവരെ ഉണ്ടായില്ല. അതിന് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരമാർഗം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ അതിനെതിരെ ഒരു സമരമാർഗത്തിലേക്കാണ് തിരിയുന്നത്. അമരവിള കാട്ടിൽവിള പ്രദേശത്ത് റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ടുണ്ട്. പൈപ്പ് പൊട്ടുന്നതും പതിവാണ്. ഞങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് കരം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞങ്ങളുടെ ജീവൻ ഇവിടെ സുരക്ഷിതമല്ല എന്നുള്ളതാണ്. ഇഞ്ചിഞ്ചായിട്ട് നമ്മുടെ കുട്ടികൾ രോഗികളായിട്ട് മാറുന്നു. വയസ്സായ എല്ലാ പ്രായഭേദമില്ല ഇവിടുത്തെ പൊടി കൊണ്ട് മാരകമായ രോഗത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമിതഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് പഞ്ചായത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി ബോർഡ് സ്ഥാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അമിതഭാരം കയറി വരുന്ന ലോറി 50 ടണ്ണിന് മേളിലുള്ള ഭാരം കയറിയാണ് ഈ ലോറികൾ ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷേ അതിന് നമ്മൾ പരിഹാരമായി പഞ്ചായത്തിൽ നിന്ന് 2 ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം അവർ കണക്കാക്കാതെയാണ് ഈ ലോറികൾ ഇവിടെ നിന്ന് പോകുന്നത്. ഇതിനെന്തെങ്കിലും അതുപോലെ തന്നെ പൈപ്പ് ലൈനെല്ലാം പൊട്ടി നമുക്ക് 17 ദിവസം 18 ദിവസം വരെ ഇവിടെ കുടിവെള്ളം ഇല്ലാതിരുന്നിട്ടുണ്ട്. അമരവിളയിലെ ഹയർ സെക്കൻഡറി, LP സ്കൂളുകളിലേക്ക് ഉൾപ്പെടെ ദിവസവും 100 കണക്കിന് വിദ്യാർത്ഥികൾ പോകുന്ന വഴിയാണിത്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കഴിഞ്ഞ ദിവസം വലിയ വിവാദമായൊരു വാർത്തയായിരുന്നു. പട്ടാമ്പി MLA മുഹമ്മദ് മൊഹസിൻ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്ത സംഭവം. ഇതേ തുടർന്ന് ഈ സെക്രട്ടറിയുടെ സ്ഥലം മാറ്റം റദ്ദ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. പക്ഷേ ഇതിൽ കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ MLA ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്ത ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി V ജഗദീഷ് വകുപ്പിന്റെ സ്ഥിരം നോട്ടപ്പുള്ളിയാണത്രേ. സാമ്പത്തിക ക്രമക്കേടിനും പദ്ധതി വിഹിതത്തിലെ നിയമവിരുദ്ധമായ ഇടപാടിന് മുൻപും ഇയാൾക്കെതിരെ വകുപ്പ് നടപടിയെടുത്തതിന്റെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. പട്ടിത്തറ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരിക്കെ സാമ്പത്തിക ക്രമക്കേടിനും പദ്ധതി വിഹിതത്തിൽ നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയതിനും ജഗദീഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 399 ദിവസങ്ങൾക്ക് ശേഷമാണ് ഉത്തരവ് റദ്ദ് ചെയ്ത് തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. ഉത്തരവിന്റെ പകർപ്പും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജഗദീഷിനെ താക്കീത് ചെയ്യുന്ന മുഹമ്മദ് മൊഹസിന്റെ ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരുന്നു. MLAയുടെ സഹോദരിയെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി അപമാനിച്ചെന്നാരോപിച്ച് ഫോണിൽ വിളിച്ച് കയർത്ത് സംസാരിക്കുന്ന ശബ്ദഭാഗമാണ് പുറത്തുവന്നത്.
വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായി പഞ്ചായത്തിൽ എത്തിയതായിരുന്നു MLAയുടെ സഹോദരി. തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കടോ, വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് നിനക്ക് അറിയാം, അവിടെ നിയമസഭയിലായതുകൊണ്ട് ഞാൻ മോശമായിട്ട് സാറ് മാന്യമായിട്ട് സ്ത്രീകൾ ആ പെൺകുട്ടി അവിടെ വന്നിട്ടല്ലേ പോയത്. എന്നോട് അവൾ എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാ പറഞ്ഞത്. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നോട്, വേറെ കണ്ടു നിന്നവർ കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ, തന്റെ നാവ് ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ വേണ്ടില്ല. ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കാൻ വന്നിട്ട് നേരെ മോന്തയ്ക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കുള്ളൂ. എന്റെ മാത്രമല്ല, താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളൂ. വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സഹോദരിയെ അപമാനിച്ചെന്നാണ് MLA പറയുന്നത്. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി സംസാരിച്ചില്ലെങ്കിൽ മോന്തയ്ക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കൂ എന്നാണ് MLA പറഞ്ഞത്. അതേസമയം വനിതാ അംഗങ്ങളോടക്കം മോശമായ രീതിയിൽ സംസാരിച്ചതുകൊണ്ടാണ് സെക്രട്ടറിയെ വിളിച്ച് താക്കീത് നൽകിയതെന്നാണ് MLAയുടെ വിശദീകരണം. മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ ഓഡിയോ ഇപ്പോൾ പുറത്തുവിട്ടത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം ഉന്നമിച്ചാണെന്നും MLA മുഹമ്മദ് മുഹ്സിൻ പറയുന്നു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം സ്ഥലമാറ്റം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓഡിയോ സന്ദേശം പുറത്തുവന്നത്. എന്നാൽ അദാലത്തുമായി ബന്ധപ്പെട്ട വീഴ്ചകളെ തുടർന്നാണ് സെക്രട്ടറിക്ക് സ്ഥലമാറ്റം ലഭിച്ചതെന്ന് MLA പറഞ്ഞിരുന്നു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മണ്ണാർക്കാട് നഗരസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി CCTV ക്യാമറകൾ സ്ഥാപിച്ചു. മണ്ണാർക്കാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 65 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. മണ്ണാർക്കാട് നഗരത്തിൽ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ 4 ANPR ക്യാമറകൾ ഉൾപ്പെടെ 46ഓളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നഗരസുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നഗരസഭ ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഓരോ പോക്കറ്റ് റോഡുകളിൽ നിന്നും മണ്ണാർക്കാട് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതും തിരിച്ചു പോകുന്നതും ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യപ്പെടും. ദൃശ്യങ്ങൾ തത്സമയം മണ്ണാർക്കാട് നഗരസഭയിലും പോലീസ് സ്റ്റേഷനിലും ലഭിക്കും. ടെക്നോളജിയുടെ കാവലിലേക്ക് മണ്ണാർക്കാട് നഗരസഭയെ കൊണ്ടുവരികയും ദീർഘവീക്ഷണത്തോടെയുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങളെ MLA പ്രശംസിക്കുകയും ചെയ്തു. നഗരസഭാ ചെയർമാൻ ശ്രീ C മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിട്ടുള്ള ചടങ്ങിൽ പാലക്കാട് NCP ഹരിദാസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ, നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാതയിൽ നവീകരണം പൂർത്തിയായ ഭാഗങ്ങളിൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചു. ട്രയലിന്റെ ഭാഗമായാണ് മലപ്പുറത്ത് ലൈറ്റുകൾ തെളിഞ്ഞത്. മലപ്പുറത്ത് നവീകരണം പൂർത്തിയാക്കിയ 6 വരി പാതയിലെ കാഴ്ചയാണിത്. ട്രയൽ വർക്കുകൾക്കായി ലൈറ്റുകൾ മിന്നിത്തിളങ്ങിയത് ദേശീയപാതയെ മനോഹരമാക്കുകയാണ്. ഓരോ 30 മീറ്ററിനുമകത്താണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കിലോമീറ്റർ നീളുന്നതാണ് പാത. മികച്ച യാത്രയ്ക്കൊപ്പം ടൂറിസം രംഗത്തും നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ രാത്രികാല കാഴ്ച യാത്രക്കാർക്ക് കാണാനാകും. മലപ്പുറത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ വയഡക്ട് പാലങ്ങൾ 2 ആഴ്ചയ്ക്കകം യാത്രക്കാർക്കായി തുറന്നു നൽകും. വട്ടപ്പാറയിലെ പ്രധാന വയഡക്ട് പാലവും ഇതിൽപ്പെടും. അവസാനവട്ട പണി മാത്രമാണ് ബാക്കിയുള്ളത്. ന്യൂസ് 18 തിരൂർ. അങ്ങാടിപ്പുറത്ത് ഇത് ആഘോഷത്തിന്റെ കാലമാണ്, ഉത്സവകാലമാണ്. തിരുമാന്താംകുന്ന് പൂരത്തിന് പുറപ്പാട് എഴുന്നള്ളത്തോടെ തുടക്കമായി. ഇനിയുള്ള 11 ദിവസം അങ്ങാടിപ്പുറത്ത് ഉത്സവാരവും ഉയരും. ഇന്നലെ പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ദേവിയുടെ പഞ്ചലോഹ തിടമ്പ് കോലത്തിൽ വെച്ച് പുറത്തേക്ക് ആനയിച്ചതിനെ തുടർന്ന് വാദ്യമേളങ്ങളോടെ പൂരം കൊട്ടിപ്പുറപ്പെട്ടു. ഇനി ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. അതിനു മുൻപ് നല്ല വാക്ക് കേൾക്കാം.